അപ്പോൾ അതായത് കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 ചെറിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ പീസാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറിയ പീസോ വലിയ പീസോ ഒക്കെ ആക്കി എടുക്കാം. അല്ലെങ്കിൽ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ഒരു പകുതി സവാളയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 2-3 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് വെള്ളമൊഴിച്ച് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. മുളക് പൊടിയുടെ അളവ് കുറച്ചും മഞ്ഞൾപ്പൊടി കൂടുതലാണ് ഈ കറിക്ക് ചേർത്ത് കൊടുക്കുന്നത്. കറി നല്ല മഞ്ഞ കളറിലാണ് ഇരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ മുളക് പൊടി അളവ് കുറയ്ക്കാം. ഇനി ഇതൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയെടുക്കണം. അപ്പോൾ ഇത് അവിടെ കിടന്നൊന്ന് വെന്ത് വറ്റി വരട്ടെ കേട്ടോ. അപ്പോൾ വളരെ കുറച്ച് തേങ്ങ എടുത്തുള്ളത് കൈകൊണ്ട് പിടിച്ചത് ഒരു പിടി തേങ്ങ ഉണ്ടാവും. അത്രയും മതി. കൂടുതലായിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല കറിക്ക്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടി ചേർത്ത് അരച്ചെടുക്കാം. അരപ്പ് അത്യാവശ്യം നന്നായിട്ട് അരഞ്ഞു കിട്ടണം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ കിഴങ്ങിൻ്റെ വെള്ളം വറ്റിയിട്ടില്ല. അപ്പോൾ ഇനി അതൊന്ന് വറ്റട്ടെ കേട്ടോ. അപ്പോൾ കിഴങ്ങിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇറക്കി വെക്കേണ്ട കറിയാണ്. അതുകൊണ്ട് അധികം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടില്ല. നമ്മൾ ഒരുപാട് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ കറി ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതാ ഈ ഒരു പരുവം കുറച്ചുകൂടെ വെള്ളമാവാം. അപ്പോൾ ഇനി ഇതൊന്ന് തിളയ്ക്കാൻ വിടാം. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. കറി കാച്ചാനായിട്ട് കടുകും വേണം, ചുവന്നുള്ളിയും വേണം. ചുവന്നുള്ളി നിർബന്ധമാണ്. അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഗ്രോ ബാഗിൽ നിന്ന് 2 മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ സവാള മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഗ്രോ ബാഗിൽ കൊണ്ട് നട്ടേക്കാണ്. ആവശ്യത്തിന് നമുക്ക് പറിച്ചെടുക്കാമല്ലോ. അപ്പോൾ ദേ അതിൽ നിന്ന് 2 കട ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ആയി വരുന്നേ ഉള്ളൂ, ചെറുതാണ്. ചുവന്നുള്ളിയും കറിവേപ്പിലയും ഉണക്കമുളകും കൂടെ കടുകും വേണം കേട്ടോ നമുക്കിത് കാച്ചെടുക്കാനായിട്ട്. കറി താളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാകും. അപ്പോൾ താളിപ്പിനായിട്ട് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഓയിൽ ചേർത്ത് കൊടുക്കാൻ പാടില്ല, വെളിച്ചെണ്ണ തന്നെ വേണം. ഇനി കടുകും ഉണക്കമുളകും നമ്മുടെ ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് വേണം ഒഴിക്കാൻ. ഇപ്പോൾ ഇതാ ഉള്ളി ഇട്ട് കൊടുത്തു, കടുക് ഇട്ട് കൊടുത്തു. ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ ഉണക്കമുളക് ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം കറിവേപ്പിലയും കൂടി ഇട്ടാൽ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് താളിക്കാനായിട്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ ചിക്കനും മീനൊക്കെ എന്നും കഴിച്ച് മടുത്തിരിക്കുമ്പോൾ ഈ ഒരു കറി നല്ല നാടൻ ടേസ്റ്റിൽ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ള കറി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയാലേ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഞാനിതിപ്പോൾ ഉച്ചയ്ക്ക് ഊണിന് കഴിക്കാനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈഡായിട്ട് ഒരു വഴുതനങ്ങ ഫ്രൈയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വഴുതന ഫ്രൈയുടെ റെസിപ്പിയൊക്കെ ഞാൻ ഇതിന് മുന്നേ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ പെരുംജീരകം, കുരുമുളക് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കും. നല്ല ടേസ്റ്റുള്ളതാണ് ഇതും. അപ്പോൾ ഈ ഒരു കറിയും വഴുതനങ്ങ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഊണ് കഴിക്കാം. അപ്പം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈസി ആയിട്ട് ലഞ്ചിന് ഉണ്ടാക്കാൻ പറ്റുന്ന 2 വിഭവങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.